to another episode of Learn with Me. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹല. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കിങ്ഡം ഫംഗയാണ്. അധികം ഞാൻ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് കിങ്ഡം ഫംഗയിലേക്ക് പോവുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, അതിൽ വരുന്ന ആൾക്കാരുണ്ട്, 4 പേര് വരുന്നുണ്ട്, അവരെ പറ്റി പറയാനുണ്ട്. അങ്ങനെ കുറച്ചുള്ള ചാപ്റ്റർ ആണ്, ഒരു പോർഷൻ ആണ്. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്താണ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഫംഗസ് എന്ന് പറയുന്നത് എന്താണ്, യൂക്യാരിയോട്ട് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്തെങ്കിലും കിങ്ഡം പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞത് യൂക്യാരിയോട്ട് ആണ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ പറയുന്നത് ഹെട്രോട്രോപ്പ് ആണ്. ഹെട്രോട്രോപ്പ് മറ്റുള്ളവരെ ഫുഡിന് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവരെന്ന് പറഞ്ഞ കോസ്മോപൊളിറ്റിയൻസ് ആണ്. കോസ്മോപൊളിറ്റിയൻസ് എന്താണ്, നമ്മൾ പറയുന്നത് സർവ്വവ്യാപി എന്നൊക്കെ പറയും. അതായത് നമുക്ക് സോയില് കാണാൻ പറ്റും, വാട്ടറിൽ കാണാൻ പറ്റും, എയറിൽ കാണാൻ പറ്റും. അങ്ങനെ എല്ലായിടത്തും എന്തുണ്ട് നമ്മുടെ ഈ ഒരു ഫംഗസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കോസ്മോപൊളിറ്റിയൻസ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മോർഫോളജി ആയിക്കോട്ടെ, ഇവരുടെ ഹാബിറ്റേറ്റ് ആയിക്കോട്ടെ, ഭയങ്കര ഡൈവേഴ്സ് ആണ്, ഭയങ്കര വ്യത്യാസമാണ്. മോർഫോളജി എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്, അവർ ഹൈപ്പ, മൈസീലിയം എന്നൊക്കെ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ അതെന്താണ്, അത് ഓരോ ഫംഗസിന് എന്താണ് വ്യത്യാസമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഹാബിറ്റാറ്റ് നേരത്തെ പറഞ്ഞല്ലോ, സോയിൽ കാണുന്നത്, അങ്ങനെ ഒരുപാട് ഹാബിറ്റാറ്റും എന്താണ്, അവർ ഭയങ്കര ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ആൾക്കാർ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാൽ, അത് പറഞ്ഞതാണ് ഹെട്രോട്രോപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന പറഞ്ഞില്ലേ, മോർഫോളജി ഹാബിറ്റേറ്റ് ഡൈവേഴ്സിറ്റി കാണിക്കുന്നവരുണ്ട്. ഫംഗസ് എന്ന് പറയുമ്പോൾ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളവരുണ്ട്, യൂണിസെല്ലുലാർ ആയിട്ടുള്ളവരുണ്ട്. യൂണിസെല്ലുലാർ ആയിട്ട് നമുക്ക് ഒരാളാണുള്ളത്, ഇത് നമ്മുടെ അമ്മമാരുടെ എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള ഈസ്റ്റ് ആണ് അല്ലെ. എന്താണ്, അടുക്കളയിൽ നമ്മൾ അപ്പൊക്കെ കുളിപ്പിക്കുന്നത്, ഇഡിലേക്ക് ഉണ്ടാക്കുന്ന നമ്മൾ ഈസ്റ്റ് ഇടും. എന്തിനാണ്, അത് ഫെർമെന്റ് ചെയ്ത് പൊന്തി വരാൻ വേണ്ടി, നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ ഈസ്റ്റ് ചേർക്കും. ഈസ്റ്റ് വരുന്ന ഫംഗസ് ആണ്. അതൊരു യൂണിസെല്ലുലാർ, ഒറ്റ സെല്ലേ ഉള്ള ഫംഗസ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള എന്താണ് ഫംഗസ് ആണ്. അതേപോലെ തന്നെ ഫംഗസിനെ കൊണ്ട് ഉപകാരം എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ എന്താണ് ദോഷമുള്ളവരുണ്ട്. നമുക്ക് എന്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ വരും, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരും പ്ലാന്റ്സിന്, ആനിമൽസിന്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മനുഷ്യന്മാർക്ക് എല്ലാവർക്കും എന്താണ് ഇതുകൊണ്ട് ദോഷം ഉണ്ട്. അപ്പൊ ഇതിലെ പ്ലാന്റ്സിലുള്ള ഡീറ്ററസ് എന്ന് പറയുന്നത് ഒരു അസുഖമാണ്, ഡിസീസ് ആണ് ഉണ്ടാകുന്നത്. പക്സീനിയ എന്ന് പറയുന്ന ഫംഗസ് ആണ്. കോസ്മോപോളിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഫംഗസുകൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഹ്യൂമിഡ്, കുറച്ച് ജലാംശമുള്ള ക്ലൈമറ്റ്, വാമായിട്ട് കുറച്ച് ചൂടും ഉള്ള ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് എന്താണ് പ്രിഫർ ചെയ്യുന്നത് അവർക്ക് വളരാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ടേമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ശരിക്കും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോർഷൻ ആണ്. കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗസിനെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് പോകുന്നു. കാരണം നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാലായിരിക്കും നമുക്ക് അത് മനസ്സിലാവുള്ളൂ. കാരണം ഈ ജസ്റ്റ് ടേം ആയിരിക്കുള്ളൂ നമ്മളിപ്പോ ഓരോന്ന് പറയുന്നത്. ഇപ്പൊ ഹൈപ്പ, മൈസീലിയം, അങ്ങനെ ചില ടേമുകളായിരിക്കുള്ളൂ നമ്മൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അപ്പൊ ആ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്താണ് നോക്കാം. ആദ്യത്തേത് പറയുന്നത് ഹൈപ്പയാണ്. ഹൈപ്പ എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള, സ്ലെൻഡർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ട്യൂബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലാണ് ആ ഒരു ട്യൂബാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫംഗസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ട്യൂബ് ഒരുപാടായിട്ട് ഉണ്ടാകുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൈസീലിയം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ലോങ് ആയിട്ടുള്ള സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് ഹൈപ്പ. ഈ ഹൈപ്പ ഒരുപാട് ചേർന്നുണ്ടാകുന്നതാണ് എന്ന് പറയുന്നത് മൈസീലിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹൈപ്പയുടെ ഉള്ളിൽ എന്തുണ്ടാകും, സൈറ്റോപ്ലാസം ഉണ്ടാകും, ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാകും. ചില ഫംഗസില് ഒരുപാട് ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. ഫംഗസിന്റെ ഹൈപ്പയിൽ ഒരുപാട് ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കൊയാനോസൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആണ്. സെപ്റ്റ എന്ന് പറയുന്നത് ഒരു വാൾ അല്ലെങ്കിൽ ക്രോസ് വാൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പറയുവാണെങ്കിൽ ഇപ്പോ ഇത് നമ്മുടെ ഒരു ഹൈപ്പയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഹൈപ്പയാണ്. ഈ ഹൈപ്പയിൽ ഒരുപാട് ന്യൂക്ലിയസ് ഇങ്ങനെ ഉണ്ട്. ഈ ഡോട്ടായി ഞാൻ കാണിച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിന് അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊരു വാൾ ഉണ്ട്, ഒരു ക്രോസ് വാൾ പ്രസന്റ് ആണ്. നമ്മൾ അതിനെന്ത് പറയും, സെപ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, അതാണ് അപ്പൊ സെപ്റ്റ എന്ന് പറയുന്നത്. ഈ ഒരു വാള് പ്രസന്റ് അല്ല, ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇത് എന്താണ്, സെപ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് എന്ന് പറയുന്നത് സെപ്റ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാം, എന്താണ് ഹെട്രോട്രോപ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഈ ഹെട്രോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അത് ഏതൊക്കെയാണ് വരുന്നത് ക്ലാസ്സുകളാണ് പറയുന്നത്. സാപ്രോഫൈറ്റ് ആയിട്ടുള്ളവരും, സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഡെഡ് ആൻഡ് ഡീക്കേ മെറ്റീരിയൽസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി പാരസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലൈവ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിനെ പറ്റി പിടിച്ചിട്ടുണ്ട്. അവരുടെ ന്യൂട്രിയൻസും കാര്യങ്ങളെല്ലാം അബ്സോർബ് ചെയ്തിട്ട് വളരുന്നതിന് എന്ന് പറയുന്നത് പാരസൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിംബയോസിസ് ആണ്. നമ്മളിവിടെ പാരസൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഹാർംഫുൾ ആണ്, ഒരാൾക്ക് അത് ബെനിഫിഷ്യൽ ആണ്.
ഹാർംഫുൾ ആയിട്ടുള്ളത് ആർക്കാണ്? ഹോസ്റ്റിന് അത് ഹാർംഫുൾ ആണ്, പക്ഷെ ഫംഗസിന് എന്താണ് അത് ബെനിഫിറ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ സിംബയോസിസ് എന്ന് പറയുമ്പോൾ ഇതൊരു അസോസിയേഷൻ ആണ്, രണ്ടുപേരും തമ്മിലൊരു അസോസിയേഷൻ ആണ്. അതിൽ രണ്ടുപേർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പാർട്ട്നേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുപേർക്കും അതിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സിംബയോസിൽ വരുന്നതാണ് ലൈക്കണും മൈക്കോറൈസും. ലൈക്കൺ എന്ന് പറയുന്നത് ഫംഗസും ആൽഗയും തമ്മിലുള്ള എന്താണ് ഒരു സിംബയോസിസ് അസോസിയേഷൻ ആണ്. മൈക്കോറൈസ എന്ന് പറയുന്നത് ഫംഗസും റൂട്ട്സ്, ഹയർ റൂട്ട്സ്, അതായത് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സുമായിട്ടുള്ള അസോസിയേഷൻ ആണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് റിപ്രൊഡക്ഷൻ ആണ്. റിപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ വെജിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സാധാരണ ഗ്രോയിങ് സെൽസ് അല്ലെ, വെജിറ്റേറ്റീവ് സെൽസ് വഴി എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതല്ല സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇത്രയും നമ്മൾ നോക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സാധാരണ ഗ്രോയിങ് സെൽസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയും. അത് ഒന്നാമത് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഹൈഫയാണെന്ന് വിചാരിക്കാം. ഇത് മുറിഞ്ഞിട്ട് ഒരു ഫ്രാഗ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ഒരു വലിയ ഒരു എന്തായിട്ട് മാറാണ്, പുതിയൊരു ഫംഗസ് ആയിട്ട് മാറുന്നത് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഫിഷൻ എന്ന് പറയുമ്പോഴും എന്താണ് ഈ ഒരു ഹൈഫെ ഇങ്ങനെ മുറിഞ്ഞ് എന്താണ് രണ്ടായിട്ട് മാറുന്നത്. ബഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഹൈഫയാണ്. ഇവിടെ നിന്ന് വേറെ പുതിയൊരു ഹൈഫ എന്താണ് ഉണ്ടായി വരുന്ന ആ ഒരു ബോഡിയിൽ നിന്ന് തന്നെ വേറൊരു പുതിയ ഹൈഫ ഉണ്ടായി വന്നിട്ട് അതിന്റെ വളർന്ന് മെച്ചോർ ആകുമ്പോൾ അതിന്റെ ഡിറ്റാച്ച് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഇപ്പൊ മൂന്നെണ്ണം ഉണ്ട്. ഫ്രാഗ്മെന്റ്സ് വന്ന് ഫ്രാഗ്മെന്റ് ആയിട്ട് പോവുക. അതേപോലെ ഫിഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ട് അത് മുറിഞ്ഞു പോകുന്ന കണ്ടീഷനാണ് ഫിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹൈഫയിൽ വേറെ ഒരു ഹൈഫ്, ഒരു ചെറിയ ബഡ് പോലെ ഇങ്ങനെ ഫോം ചെയ്തിട്ട് അത് ഫുള്ളി മെച്ചോർഡ് ആകുമ്പോഴേയും ആ ഒരു ഹൈഫയിൽ നിന്ന് അതിന്റെ ഡിറ്റാച്ച് ആയിട്ട് പോകും. അതാണ് ബഡിങ് എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്പോർ ഫോർമേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ആ സ്പോർസിനെ നമ്മൾ വിളിക്കുന്ന പേര് കൊണീഡിയ എന്നാണ് നമ്മൾ ആ സ്പോർസിനെ വിളിക്കുന്നത്. ഓക്കെ, ഈ കൊണീഡിയ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ഹൈഫിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കൊണീഡിയോപോർ. ഓക്കെ, അപ്പൊ ഈ ഒരു കൊണീഡിയ എന്ന് പറയുന്ന ഈ ഒരു പോർ ഉണ്ടാകുന്നത് ആ ഒരു ഹൈഫി ഉണ്ടാവുമല്ലോ, ആ ഹൈഫിനെ വിളിക്കുന്ന പേര് എന്താണ്? കൊണീഡിയോപോർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ സൂസ് സ്പോർസ്, ആസ്പോസ് സ്പോർസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ അവിടെ സ്പോർസ് ആണ് വരുന്നത്, സ്പോർസ് ഇവിടെ വരുന്നത്. അതേപോലെ ബസീലിയോ സ്പോർസിലൊക്കെ വരുന്നത് സ്പോർസ് ആണ് അവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പോർസ് ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി. സ്പോർസ് ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് റീപ്രൊഡക്ഷൻ ഇത് നടക്കുന്നത് 3 സ്റ്റെപ്പുകളിലൂടെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഗമിയാണ്. ഈ പ്ലാസ്മോഗമി എന്ന് പറയുമ്പോൾ അതായത് ഒരു ഫംഗസ് ആണ്, ഇത് വേറൊരു ഫംഗസ് ആണ്. ഈ 2 ഫംഗസുകളുടെയും സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോഗമി. ഓക്കെ, സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? പ്ലാസ്മോഗമി. രണ്ടാമത്തത് എന്ന് പറയുന്നത് കാരിയോഗമി. ഓക്കെ, രണ്ടാമത്തെ കാരിയോഗമി. കാരിയോ എന്ന വാക്കിന്റെ അർത്ഥം ന്യൂക്ലിയസ് എന്നാണ്. അപ്പൊ അതിൽ തന്നെ മനസ്സിലായല്ലോ എന്താണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ന്യൂക്ലിയസ് എന്നല്ലേ. ഈ ന്യൂക്ലിയസ് തമ്മിലുള്ള ഫ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാരിയോഗമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്തു? സൈറ്റോപ്ലാസങ്ങൾ തമ്മിൽ ഫ്യൂസ് ചെയ്തു, ദെൻ എന്ത് ഫ്യൂസ് ചെയ്തു? ന്യൂക്ലിയസുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തു. ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് പറയുന്നത് മിയോസിസ് ആണ്. അടുത്ത് നടക്കാൻ പോകുന്നതാണ് മിയോസിസ് ആണ്. ചെറിയ ക്ലാസ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. മിയോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാമേറ്റുകളുടെ ഒരു ഡിവിഷൻ ആണ് മിയോസിസ് എന്ന് പറയുന്നത്. മിയോസിസ് എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ ആണ്. മിയോസിസ് എന്ത് ഡിവിഷൻ ആണ്? റിഡക്ഷൻ ആയിട്ടുള്ള ഡിവിഷൻ ആണ് മിയോസിസ് എന്ന് പറയുന്നത്. അതായത് 2n എന്നുള്ള സെല്ലിനെ എന്താക്കി മാറ്റാണ്? n എന്നുള്ള സ്റ്റേജിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? എൻ കണ്ടീഷനുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ളതിനെ ഹാപ്ലോയിഡ് ആക്കി മാറ്റുകയാണ് ഇവിടെ മിയോസിസിൽ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സ്റ്റേജില് നമ്മുടെ ഈ ഫംഗസിൽ എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്. ഫംഗസുകളുടെ ഉള്ളിൽ നമ്മൾ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടാണ് ഫംഗസുകൾ ഇരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ എന്താണ്? ഇതൊരു ഫംഗസ് ആണ്, ഇതൊരു ഫംഗസ് ആണ്, ഇതൊരു എൻ കണ്ടീഷൻ, ഇതൊരു എൻ കണ്ടീഷൻ. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കുള്ളൂ? 2n എന്ന് പറയുന്ന ഒരു ഓഫ്സ്പ്രിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഡോട്ടർ സെൽ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത്. പക്ഷെ ചില ഫംഗസുകളില് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ്? ഈ ന്യൂക്ലിയസുകൾ രണ്ടും കൂടെ ചേർന്നിട്ട് n+n=2n എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിരിക്കുന്നത്. അപ്പൊ എന്താണ്? 2n+2n എന്ന് പറയുമ്പോൾ 4n വരില്ലേ? അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലല്ലേ? 2n ആണ് പറയുന്നത്. അപ്പൊ ഇതിന് പിന്നീട് എന്താ സംഭവിക്കുന്നത്? മിയോസിസ് സംഭവിച്ചിട്ട് ഇതെന്തായിട്ട് മാറുന്നുണ്ട്? സ്പോറുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈകാരിയോ ഫേസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഡൈ എന്ന് വെച്ചാൽ എന്താണ്? 2. കാരിയോ എന്ന് പറഞ്ഞ ന്യൂക്ലിയസ്. 2 ന്യൂക്ലിയസ് ഉള്ളത് ഡൈകാരിയോ ഫേസ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതൊക്കെയാണ്
ആരൊക്കെയാണ് നമ്മുടെ എന്തിൽ വരുന്നത്? കിങ്ഡം ഫംഗയിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കുക. ഫൈക്കോമൈസീറ്റ്സ് ഉണ്ട്, ആസ്കോമൈസീറ്റ്സ് ഉണ്ട്, ബസീലിയോമൈസീറ്റ്സ് ഉണ്ട്, ട്യൂട്രോമൈസീറ്റ്സ് ഉണ്ട്. ഫംഗസിന്റെ സ്റ്റഡീനെ വിളിക്കുന്ന പേരെന്താണ്? മൈക്കോളജി എന്നാണ് ഫംഗസ് സ്റ്റഡീനെ വിളിക്കുന്ന പേര്. പിന്നെ ഗ്രൂപ്പിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഫൈക്കോമൈസീറ്റ് ആണ്. നമുക്ക് ഫൈക്കോമൈസീറ്റിനെ പറ്റി പഠിക്കാം. ഫൈക്കോമൈസീറ്റ് എന്ന് പറയുമ്പോൾ വേറെ പേരുകളാണ്. ലോവർ ഫംഗൈ അഥവാ ആൽഗൽ ഫംഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈക്കോമൈസീറ്റിനെ തന്നെയാണ് പറയുന്നത്. ഇവർ നോക്കുകയാണെങ്കിൽ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ അക്വാട്ടിക് ആയിട്ടുള്ളവരുണ്ട്, ഡീക്കേൻ വുഡ്സിൽ കാണുന്നവരുണ്ട്. പിന്നെ ഇവരെന്ന് പറയുന്നത് ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് വെച്ചാൽ സ്ട്രിക്ട്ലി പാരസൈറ്റ് ആണ്. പാരസൈറ്റ് അല്ലാതെ അവർക്ക് വളരാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒബ്ലിഗേറ്റ് എയറോബ്സ്, ഒബ്ലിഗേറ്റ് അനൈറോബ്സ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് ആ ഒരു കണ്ടീഷൻ തന്നെ വേണം, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ഒബ്ലിഗേറ്റ് സ്ട്രിക്ട്ലി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ അക്സെപ്റ്റേറ്റ് ആണ്. അതായത് ഇവർക്ക് ഒരു ക്രോസ് വാൾ ഇല്ല, ന്യൂക്ലിയസ് എന്താണ് ക്രോസ് വാൾ. അതേപോലെ തന്നെ എന്താണ് കൊയാനോസൈറ്റിക് ആണ്, ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ഇവർ കാണപ്പെടുന്നത്? ഇങ്ങനെ ആയിരിക്കും ഇവർക്ക് കാണപ്പെടുന്നത്. ക്രോസ് വാൾ എന്ത് ചെയ്യുന്നത്? ഇവർക്ക് ഇല്ല, ഒരുപാട് ന്യൂക്ലിയസ് കൊയാനോസൈറ്റ് ആണ്. ഇവിടെ ഞാൻ റാമെന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ ഞാൻ പറയാം, വഴിയെ പറയാം. റീപ്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അസെക്ഷൽ ഉണ്ട്, സെക്ഷൽ ഉണ്ട്. സ്പോർ ആണ് രണ്ടിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അസെക്ഷൽ നോക്കുകയാണെങ്കിൽ സൂസ് സ്പോർസ്, അതെന്താണ്? മോട്ടൈൽ ആയിട്ടുള്ള സ്പോർസ് ആണ്. അതിനെന്താണ്? മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന സ്പോറുകളാണ് നമ്മുടെ സൂസ് സ്പോർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോറുകൾ ഉണ്ട്. അവർ നമ്മൾ വിളിക്കുന്ന പേര് അപ്ലാനോ സ്പോർസ് എന്ന്. അപ്പൊ മോട്ടൈൽ ആയിട്ടുള്ള സൂസ് സ്പോർസ്, നോൺ മോട്ടൈൽ ആയിട്ടുള്ളത് അപ്ലാനോ സ്പോർസ് എന്ന് പറയുന്നത്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും എന്താണ്? സ്പോർ ഫോർമേഷൻ ആണ്. സ്പോർ എന്ന് പറയുന്നത് സൈഗോസ്പോറും അതേപോലെ തന്നെ ഊസ്പോറും ആണ് വരുന്നത്. സൈഗോസ്പോറും ഊസ്പോറും ആണ് വരുന്നത്. ഈ സൈഗോസ്പോറും ഊസ്പോറും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അത് നടക്കുന്നത് മൂന്ന് രീതിയിലാണ് നടക്കാം. ഒന്ന് ഐസോഗ്യാമസ്. ഐസോ എന്ന വാക്കിന് ഇവിടെ അർത്ഥം സെയിം എന്നാണ്. അപ്പൊ ഒരേ സൈസുള്ള ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ഗ്യാമീറ്റുകൾ, ഒരേ സൈസുള്ള ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ഗ്യാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് നമ്മൾ എന്താ പറയുന്നത്? ഐസോഗ്യാമസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെന്റ് സൈസുള്ള രണ്ട് ഗ്യാമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തത് നമ്മളതിനെ അനൈസോഗ്യാമസ് എന്ന് പറയും. ഈ ഊഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം എന്ത് ചെയ്യാൻ സാധിക്കും? മോട്ടൈൽ ചെയ്യാൻ സാധിക്കും. ഒരെണ്ണത്തിന് എന്ത് ചെയ്യില്ല? മോട്ടൈൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരെണ്ണത്തിന് അത് മോട്ടൈൽ ചെയ്യാൻ പറ്റുന്നതിന്റെ സൈസ് ചെറുതായിരിക്കുള്ളൂ, മൂവ്മെന്റ് ഇല്ലാത്തതിന്റെ സൈസ് എന്തായിരിക്കും? വലുതായിരിക്കും. അതിനെയാണ് നമ്മൾ ഊഗ്യാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ റൈസോപ്പസ്, ആൽബ്യൂഗോ ആൻഡ് മ്യൂക്കർ എന്ന് പറയുന്ന മൂന്ന് ആൾക്കാർക്ക് എക്സാമ്പിൾ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അവര് പഠിക്കാനുള്ള ഷോർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റാം എന്ന് പറഞ്ഞിട്ട്. എന്താണ് റാം എന്ന് പറയുമ്പോൾ ആരാണ്? റൈസോപ്പസ് ആണ്. എ ആരാണ്? ആൽബ്യൂഗോ ആണ്. എം ആരാണ്? മ്യൂക്കർ ആണ്. നമ്മുടെ റൈസോപ്പസ് എന്ന് പറയുന്ന ആള് നമ്മുടെ ബ്രെഡിലൊക്കെ വരുമ്പോൾ നമ്മുടെ ബ്രെഡ് കുറെ നാളികൾ ഫ്രിഡ്ജിലേക്ക് കുറച്ചു കഴിഞ്ഞാൽ ഒരു ലെയർ പോലെ ഒരു വെള്ള കളർ ഒരു പൂപ്പൽ പോലെ കാണുന്നത്. അതാണ് നമ്മുടെ ഈ റൈസോപ്പസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഈ ഒരു മ്യൂക്കർ ഉണ്ടല്ലോ, ഇയാൾക്ക് എന്താണ്? നമ്മുടെ ഈ കൗഡങ്ങിലൊക്കെ അതിലൊക്കെ വളരുന്ന ആളാണ് ഈ ഒരു മ്യൂക്കർ എന്ന് പറയുന്നത്. ആൽബ്യൂഗോ എന്ന് പറയുമ്പോൾ ഈ ബീറ്റ് റസ്റ്റ്, അതായത് പ്ലാന്റ്സിൽ അസുഖം പറ്റുന്ന ഒരാളാണ് നമ്മുടെ ഒരു ആൽബ്യൂഗോ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേരത്ത് നല്ല കക്ഷികളല്ല, അസുഖം പറ്റുന്ന ആൾക്കാരാണല്ലേ മൊത്തത്തിൽ. അപ്പൊ നമ്മൾ അടുത്തൊരു മെമ്പർ എന്ന് പറയുന്നത് ആസ്കോമൈസീറ്റ്സ് ആണ്. ആസ്കോമൈസീറ്റ്സിന്റെ വേറെ പേരാണ് സാക്ക് ഫംഗൈ എന്ന് പറയുന്നത്. അതായത് ഒരു സാക്കിന്റെ ഉള്ളിലാണ് ഇവരുള്ളത്. അതുകൊണ്ട് സാക്ക് ഫംഗൈ എന്ന് പറയുന്നു. മൾട്ടി സെല്ലുലർ ആയിട്ടുള്ളവരുണ്ട്, യൂണിസെല്ലുലർ ആയിട്ടുള്ളവരുണ്ട്. യൂണിസെല്ലുലർ ആരാണ്? നമുക്കറിയാവുന്ന ഈസ്റ്റ് ആണ്. മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത് പെനിസിലിയം നൊട്ടേറ്റം ആണ്. ഈ പെനിസിലിയം നൊട്ടേറ്റം ആണ് എന്തെന്ന് പറയുന്നത്? ആന്റിബയോട്ടിക് ആയിട്ട് പെനിസിലിൻ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ ആന്റിബയോട്ടിക് എന്താണ്? പെനിസിലിൻ ആണ്. അത് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ്സ് ആണ്. അപ്പൊ അത് കണ്ടുപിടിച്ചതിന്റെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ഷോർട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് കഥ കേൾക്കാൻ താല്പര്യമുള്ളവരെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പെനിസിലിയം നൊട്ടേറ്റത്തിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇവരുടെ ഹാബിറ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഡീകമ്പോസേഴ്സ് ആണ്, സാപ്രോഫൈറ്റിക് ആണ്, പാരസൈറ്റ് ആണ്. ഇനി വേറൊരു ടേം നിങ്ങൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് കോപ്രോഫിലസ് എന്ന് വെച്ചാൽ എന്താണ്? കൗഡങ്ങിൽ വളർന്ന് ഗ്രോയിങ് ഡങ് എന്നാണ് കോപ്രോഫിലസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ മൈസീലിയം നോക്കുകയാണെങ്കിൽ അത് സെപ്റ്റേറ്റ് ആണ്, അതേപോലെ തന്നെ ബ്രാഞ്ചഡ് ആണ്. റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ നോക്കുകയാണെങ്കിൽ കൊണീഡിയാണ് ഉണ്ടാകുന്ന സ്പോർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ കൊണീഡി ഉണ്ടാകുന്ന ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹൈഫയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കൊണീഡിയോഫോർ എന്ന് വിളിക്കുന്നു. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് എക്സോജീനസ്ലി എന്ന് എഴുതിയിട്ടുണ്ട്. എക്സോജീനസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈഫയാണെങ്കിൽ സ്പോർ ഉണ്ടാകുന്നത് ഇതിന് പുറത്തായിട്ട് ഇങ്ങനെ ചെയിൻ പോലെ ആയിരിക്കും ഉണ്ടാകുന്നത്, ഈ ഒരു സ്പോർ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ എക്സോജീനസ്ലി എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ആസ്കോസ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആസ്കസ് എന്ന് പറയുന്ന ഒരു സാക്ക് ഉണ്ട്, ഇതുപോലെ അതാണ് നമ്മൾ സാക്ക് പങ്കെന്ന് പറയുന്നത്. ആസ്കസ് എന്ന് പറയുന്ന ഒരു സാക്ക് ഉണ്ട്. ഈ സാക്കിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് സ്പോർസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ഹൈഫയാണ്.
അപ്പൊ ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ളിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് എൻഡോജീനസ് എന്നാണ്. നമ്മുടെ ഫൈക്കോമൈസീസിന്റെ സ്കോർ എന്ന് പറയുന്നത് എൻഡോജീനസ് ആണ്. നമ്മൾ പറയാനായിട്ട് വിട്ടുപോയ കാര്യമാണ്. ഇപ്പൊ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാക്കുന്നത് എന്താണ് നമ്മുടെ ആസ്കോമൈസീസിന്റെ എക്സാമ്പിൾ അത് പഠിക്കാനുള്ള കോഡാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ക്യാൻ എന്ന് പറഞ്ഞ കോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. C for Clariceps, A for Aspergillus, N for Neurospora. ന്യൂറോസ്പോറയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ വിളിക്കുന്നത് ഡ്രോസോഫൈല ഓഫ് പ്ലാന്റിനം എന്നാണ്. ഒരു ന്യൂറോസ്പോറനെ വിളിക്കുന്നത് ഡ്രോസോഫൈല ഓഫ് പ്ലാന്റിനം. എന്തുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അഥവാ മോളിക്കുലർ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെരിമെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രോസോഫൈല മെലാനോഗോസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇൻസെക്ട് ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇനി വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ +1 ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ പഠിക്കും. അപ്പൊ അത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇൻസെക്ട് ആണ് ഡ്രോസോഫൈല മെലാനോഗോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനറ്റിക് വർക്കുകളും ബയോകെമിക്കൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ന്യൂറോസ്പോറ എന്ന് പറഞ്ഞ ഫംഗസിനെയാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് കിങ്ഡത്തിലെ ഡ്രോസോഫൈല എന്നാണ് നമ്മൾ ഈ ന്യൂറോസ്പോറയെ നമ്മൾ വിളിക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ബെസിഡിയോമൈസീസും ബ്യൂട്രോമൈസീസും ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിലാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഒരുപാട് ലെങ്ത് ആയി പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ട് ചെയ്യുന്നത്. അപ്പോ അടുത്ത പാർട്ട് കാണുന്നതിന് മുൻപ് ഈ പാട്ട് എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കണം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എന്റെ മക്കൾക്ക് എല്ലാവർക്കും ടാറ്റ പറയാണ് ഞാൻ. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേൺ വിത്ത് മീ. ഞാൻ നിങ്ങളുടെ സ്വന്തം സഹല.